ഫ്രാൻസിസ് ജോർജിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഒറ്റ വാക്യത്തിൽ, ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട്. ഏവർക്കും നമസ്കാരം, സ്വാഗതം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന UDF കാൻഡിഡേറ്റായി മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്നെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഏവരോടും തുറന്ന് പറയാൻ എനിക്ക് മടിയില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഉദ്ധരിക്കുന്നത് ഉചിതമാണ് എന്നതുകൊണ്ട് ഞാൻ അതിൽ കൂടെ ആരംഭിക്കട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010-ലോ 2011-ലോ ആണ്, രാഹുൽ ഗാന്ധി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട് അദ്ദേഹം കോളേജ് സന്ദർശിക്കുകയും 1.25 മണിക്കൂർ കോളേജിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞു വന്ന രാഹുൽ 3.5 മണിക്കൂർ കോളേജിൽ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളുമായി സമയം ചിലവഴിച്ച് അയച്ച സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇപ്പോൾ കോളേജ് ഓഡിറ്റോറിയത്തിന് ഞങ്ങൾ കോളേജ് ഹാളെന്നാണ് പറയുന്നത്. അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. ഹാള് പരിപൂർണമായി നിറഞ്ഞിരിക്കുന്നു. കാലുകുത്താനിടമില്ല. അദ്ദേഹം പ്രസംഗിച്ചു. പല കാര്യങ്ങളും വിശദീകരിച്ച് കൈകാര്യം ചെയ്തു. അപ്പോൾ അതിനുശേഷം അതിന് മറുപടി പ്രസംഗം എന്ന നിലയിൽ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഖണ്ഡിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞത്, ഞാൻ രാഹുൽ പറഞ്ഞതിനോട് വിയോജിക്കുന്നുവെങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹമില്ല എന്നർത്ഥമില്ല, വിലമതിക്കുന്നില്ല എന്നർത്ഥമില്ല. അടുത്തായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരൻ എൻ്റെ ഇടതും ഒരു ബിഷപ്പ് എൻ്റെ വലതും നിന്നാൽ ഞാൻ രാഷ്ട്രീയക്കാരനെ തിരഞ്ഞെടുക്കും. കാരണം രാഷ്ട്രീയക്കാരിലാണ് കൂടുതൽ മനുഷ്യത്വം ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ കോളേജിൽ എനിക്കെതിരെ എന്തെങ്കിലും കേസുണ്ടാക്കാനായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ചില വ്യക്തികൾ കാർ ഓടിച്ച് ശീഘ്രത്തിൽ ഡൽഹി ബിഷപ്പിനടുത്ത് എന്നിട്ട് പറഞ്ഞു, പ്രിൻസിപ്പൽ ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ട് അതിന് പകരം ചോദിക്കണം. അത് അദ്ദേഹത്തെ ഇളക്കി. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു, പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി. എന്നോട് ചോദിച്ചു, താനിങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, തീർച്ചയായും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്തിനാ? ഞാൻ പറഞ്ഞു, സത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അസത്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ശത്രുത ദീർഘനാൾ വെച്ച് പാലിക്കുകയില്ല. അവൻ ഇതൊക്കെ മറന്ന് മുൻപോട്ട് പോകാൻ താല്പര്യമുള്ളവനാണ്. പകപോക്കും അതിന് സമയം കളയുന്നവനല്ല രാഷ്ട്രീയക്കാരൻ. 2, ഒരു രാഷ്ട്രീയക്കാരന് യാഥാർത്ഥ്യബോധം നന്നേയുണ്ട്. 3, ഒരു രാഷ്ട്രീയക്കാരന് ജനങ്ങളെ പേടിയുണ്ട്. അവരുടെ മുമ്പിലെങ്കിലും നല്ല പിള്ള ചമയണമെന്ന് അവന് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. കാരണം 5 വർഷത്തിലൊരിക്കൽ പോയി
അവൻ്റെ മുമ്പിൽ ഇറക്കേണ്ടതാണ്. ഒരു മെത്രാനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഒരു മെത്രാനേക്കാൾ ഒരു രാഷ്ട്രീയക്കാരനാണ് എനിക്ക് ബഹുമാനം തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പൊയ്ക്കോട്ടെ? ഞാൻ പറഞ്ഞാൽ പൊയ്ക്കോ. അനുവാദത്തോടുകൂടെ ഞാൻ അവിടെ നിന്ന് പോയി. ഞാനിത് പറയാൻ കാര്യം, നമുക്ക് രാഷ്ട്രീയത്തോടും മതത്തോടും ഉള്ള സമീപനത്തെപ്പറ്റി ഒരു കുറച്ചുകൂടെ വ്യക്തമായ, സത്യസന്ധമായ, വസ്തുതാപരമായ തിരിച്ചറിവുണ്ടാകണമെന്നുള്ളതാണ്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മതത്തേക്കാൾ രാഷ്ട്രീയം പരിപാവനമാണ് എന്ന് നാം ഉച്ചത്തിൽ വിളിച്ചു പറയണം. കാരണം എന്താണ്? ഇപ്പോൾ കത്തോലിക്ക സഭ അല്ലെങ്കിൽ CSI, CNI, മർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, ഇങ്ങനെ ഓരോ സഭകൾ ധാർമ്മികമായി അധപ്പതിച്ചാൽ, ചീഞ്ഞു പോയാൽ അതിൻ്റെ ദൂഷ്യം വളരെ പരിമിതമായ ആളുകൾക്ക് വരികയുള്ളൂ. രാഷ്ട്രീയത്തിൽ പിശാച് കയറിയാൽ 145 കോടി ജനം അതിൻ്റെ തിക്തഫലം അനുഭവിക്കും. ഒരു രാജ്യം മുഴുവൻ നശിച്ചു പോകും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ദൈവികമായ, ആത്മീകമായ വെളിച്ചം കടന്നാൽ 145 കോടി ആളുകൾ രക്ഷപ്പെടും. അവരുടെ ക്ഷേമം, അവർക്ക് ലഭിക്കേണ്ട നീതി, സംരക്ഷണം, കരുതൽ, ഇതൊക്കെ കിട്ടും. ഒരു രാജ്യം സന്തോഷം കൊണ്ട്, തൃപ്തി കൊണ്ട് നിറയും. അതിൽ സന്തോഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരാത്മാവാണ് എൻ്റേത്. എൻ്റെ സഭയ്ക്ക് 10 എന്താണ് പറയുന്നത്, കൺവേർട്ടിനെ കിട്ടി. പണ്ട് ബെർണാഡ് ഷോ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കത് സെയിൻറ്റ് ജോൺ എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹം എഴുതിയ മുഖവുര, പ്രിഫേസ് വായിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം പറയുന്ന, ക്രിസ്ത്യൻസ് ഗോ ഓൾ ഓവർ ദ വേൾഡ് ടു കൺവേർട്ട് ഹീതൻസ്, ബട്ട് ദേ റിട്ടേൺ ഇൻസ്റ്റെഡ് they pervert them, the heathens pervert them, and the Christian returns more than half a Saracen. I am quoting the exact words. Christians go all over the world to convert others, instead they pervert them, and the Christian returns more than half a Saracen. ജോർജ് ബെർണാഡ് ഷോ. ഇത് അതുപോലെ സത്യമല്ല, ഇതിൽ സത്യത്തിൻ്റെ ഒരംശമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമുക്ക് വസ്തുനിഷ്ഠമായൊരു ബോധ്യമുണ്ടാകും. രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണ്, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, അവർ അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണ്, ഇരുട്ടിൻ്റെ ആത്മാക്കളാണ്, അവരൊരു നന്മയുമില്ല. വാസ്തവത്തിൽ ജോർജ് ആലഞ്ചേരി പറഞ്ഞതിനകത്ത് ഒരു ശകലം സത്യമുണ്ട്. അതാണ്, പിണറായി വിജയൻ പേര് ഒന്ന് മാറി ചില വെള്ളം കൂടെ തെളിച്ചിരുന്നെങ്കിൽ ഒരു ബിഷപ്പാകാമായിരുന്നു. അത് ശരിയാണ്. അർത്ഥത്തിൽ ജോർജ് ആലഞ്ചേരി വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ജോർജ് ആലഞ്ചേരിയേക്കാൾ ഒരു ബിഷപ്പായിരിക്കാൻ കൂടുതൽ യോഗ്യത പിണറായി വിജയന് തന്നെയാണ് എന്ന് പറയുമ്പോൾ പലരും എന്നോട് കോപിക്കും. സാരമില്ല, കോപിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് മോശമാണ്. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് പോലെയുള്ളൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലും ഭാരത രാഷ്ട്രീയത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് കാരണമാണ്. കാരണം അദ്ദേഹത്തെ സന്ദർഭവശാൽ, ഭാഗ്യവശാൽ അടുത്തറിയുവാനുള്ള അവസരം എനിക്ക് നന്നേ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ച് ആരംഭിച്ച ഞങ്ങളുടെ പരിചയം അത് സൗഹൃദമായി മാറുകയും ഫ്രാൻസിസ് ജോർജിൻ്റെ നന്മ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കരുതൽ കൊണ്ടും ആ സൗഹൃദം നാളിതുവരെയും നിലനിൽക്കാനിടയായി. എൻ്റെ ഏറ്റവും വലിയ ബലഹീനത, എനിക്ക് PR ക്വാളിറ്റീസ് ഇല്ല, പബ്ലിക് റിലേഷൻസ് ഒട്ടുമില്ല എന്നുള്ളതാണ്. ഞാൻ പൊതുരംഗത്ത് എങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിന്നു എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാക്കാത്ത ഒരു പുതിയ തേങ്ങയാണ് വാസ്തവത്തിൽ. PR നിൽ. അതുകൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരെയും എനിക്ക് വ്യക്തിപരമായി ഒരു സുഹൃബന്ധമില്ല. ഉണ്ട് 1, 2, 3, 4.
എന്നാൽ പലരെയും ഞാൻ ഉള്ളിൽ വളരെ സ്നേഹത്തോടു കൂടെയാണ് ഓർക്കുന്നത്, അറിയുന്നത്. പക്ഷേ അവരുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ല. അത് അവർക്കറിഞ്ഞുകൂടാ. സത്യമായി ഞാൻ പറയുന്നു. എൻ്റെ ഈ ദീർഘമായ യാത്രയിൽ വിവിധ രാജ്യങ്ങളിൽ, ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ച്, അധ്വാനിച്ച്, ക്ലേശിച്ച്, പല സമയത്തും ജീവൻ അപകടപ്പെടുത്തി പല യജ്ഞങ്ങളും നടത്തിയത് ജനത്തോടുള്ള സ്നേഹം കൊണ്ട്. ഞാൻ ഒരു അധ്യാപകനായത് ജനത്തോടുള്ള, വ്യക്തികളോടുള്ള സ്നേഹം കൊണ്ടാണ്. വ്യക്തിപരമായിട്ടല്ല, മനുഷ്യജാതിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് സെക്ടറിൽ ഈസിയായിട്ട് പോകാമായിരുന്നു. ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എനിക്ക് ഈസിയായിട്ട് പ്രവേശിക്കാമായിരുന്നു. അന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. ഒന്ന് പോയി നിന്ന് കൊടുത്താൽ മതി. എൻ്റെ സെക്കൻഡ് ടു മീ, എന്നേക്കാൾ 116 മാർക്ക് കുറവുള്ള ആൾ ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കൂടെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ കിട്ടിപ്പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞതാണ്, ഒന്ന് പോയി നിന്നുകൂടെ. ഞാൻ പോയതിൻ്റെ കാര്യം, എനിക്ക് വിദ്യാഭ്യാസമാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും ആഹ്ലാദവുമായിരുന്നത്. കാരണം ജനങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുത്ത് അവരേതെങ്കിലും വിധത്തിൽ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും നന്നായി സഹായിക്കാൻ നമ്മെ അനുവദിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസമാണ് എന്ന ഒറ്റ തിരിച്ചറിവുകൊണ്ടാണ്. ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വ്യക്തിപരമായ നന്മ കൊണ്ടും മാഹാത്മ്യം കൊണ്ടും മാത്രമാണ് ദീർഘനാളിന് മുൻപ് ഡൽഹിയിൽ വെച്ച് ആരംഭിച്ച ഈ ഒരു പരിചയം കാലക്രമത്തിൽ വളരുകയും അത് ആഴമേറിയ സുദൃഢമായ ഒരു വ്യക്തി ബന്ധമായി, ഒരു സൗഹൃദ ബന്ധമായി ഇന്ന് വരെ നിലനിൽക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം കത്തോലിക്കനാണ്, ഞാൻ കത്തോലിക്കനല്ല. പലരും എന്നെ കത്തോലിക്ക സഭയുടെ ശത്രുവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കെന്നഡി കരിമ്പുംകാല പോലെയുള്ള ആളുകൾ ടെലിവിഷൻ സെറ്റിൽ ഇരുന്ന് പറയും, ഇയാൾ ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറയും. അദ്ദേഹം എന്ത് അറിഞ്ഞുകൊണ്ടാണിത് പറയുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കത്തോലിക്ക സഭയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറഞ്ഞത് 30 വർഷമെങ്കിലുമായി. ഇപ്പോഴും കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പത്രമായ സത്യദീപം, അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനായ ലൈറ്റ് ഓഫ് ട്രൂത്തിന് കഴിഞ്ഞ 7 വർഷമായിട്ട് മുടങ്ങാതെ ലേഖനങ്ങൾ, 2 ആഴ്ചയിലൊരിക്കലാണത് വരുന്നത്. അതിൽ കഴിഞ്ഞ ഒരു ലക്കത്തിൽ എനിക്ക് കണ്ണിന് സുഖമില്ല, കാറ്ററാക്ട് സർജറി കഴിഞ്ഞുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിവില്ലായിരുന്നുകൊണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എഡിഷനിൽ മാത്രമേ ഉള്ളൂ 7 വർഷത്തിനിടയിൽ എൻ്റെ ലേഖനമില്ലാതെ അത് പബ്ലിഷ് ചെയ്തു. അത് എൻ്റെ ആശയങ്ങളെയും കാഴ്ചപ്പാടിനെയും വിലമതിക്കുന്ന പോൾ തേലക്കാട്ട് എന്ന് പറയുന്ന വളരെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആരാധ്യനായ ഒരു പുരോഹിതൻ. അപ്പോൾ പുരോഹിതന്മാരുടെ ഇടയിൽ വ്യക്തിപരമായ നന്മകളുള്ള അനേകരുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ള. ഞാൻ പുരോഹിത വർഗത്തെ വിമർശിക്കുമ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ നന്മയുള്ളവർ ഇതിലില്ല എന്നർത്ഥമില്ല. യേശു അന്നത്തെ പുരോഹിത വർഗത്തെയാണ് വിമർശിച്ചത്, പുരോഹിത വൃത്തിയെയാണ്, പ്രീസ്റ്റ് ക്രാഫ്റ്റ്, അതിനെയാണ് വിമർശിച്ചത്. വ്യക്തിപരമായ പുരോഹിതന്മാരെ അല്ല വിമർശിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ തന്നെ പ്രശ്നമുണ്ടെന്നാണ് യേശു പറയുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്നും സ്നേഹിക്കുന്ന, വളരെ അധികം ആത്മാർത്ഥയോട് ബന്ധം പുലർത്തുന്ന അനേക പുരോഹിതന്മാരുണ്ട്. അല്ല, അവരിൽ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാൻ ഭയപ്പെടുന്നവരാണ്. സഭയോടുള്ള പേടിയുണ്ട്, അവരോട് എനിക്ക് സന്തോഷം. അപ്പോൾ അതാണ് 30 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുൻപാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഫാദർ തേലക്കാട്ട് ഡൽഹിയിൽ വരുന്നത്. അന്ന് തൊട്ട് ആരംഭിച്ച ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇപ്പോൾ പൂർവാധികമായി അർത്ഥവും ആഴവും ഉള്ളതായി കഴിയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഓരോ എഴുത്തുകളും വായിച്ച് ആസ്വദിച്ച് അതിൽ നിന്ന് വലിയ ഗുണം പ്രാപിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത്രമാത്രം പാണ്ഡിത്യമുള്ള, സതുദ്ദേശമുള്ള, മനുഷ്യരോടും ദൈവത്തോടും സ്നേഹവും കരുതലുമുള്ള, സ്വയാഭിമാനമുള്ള ആളുകളെ ഈ പൗരോഹിത്യ കൂട്ടത്തിനിടയിൽ കാണാൻ വളരെ പ്രയാസമാണ്. മനസാക്ഷി അനുസരിച്ച് സധൈര്യം നിലപാടെടുക്കാൻ തേലക്കാട്ടച്ചനെ പോലെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ വിഷയം തേലക്കാട്ടച്ചനല്ല, അദ്ദേഹത്തെപ്പറ്റി
വേറൊരു ദിവസം കൂടുതലായി പ്രതിപാദിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കത്തോലിക്ക സഭയോട് ബന്ധമില്ല, അല്ലെങ്കിൽ അത് ശത്രുവാണെന്നൊക്കെ പറയുന്നതിനകത്ത് അറിയാൻ വയ്യാത്തതുകൊണ്ട് പലതും പറയുന്നതാണ്. ആ തരത്തിൽ ഞാനത് കാണുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് കത്തോലിക്കനാണ്, പക്ഷേ അദ്ദേഹം കത്തോലിക്കനായിട്ടും അദ്ദേഹം കാത്തലിക്കാണ് എന്ന് പറയുമ്പോൾ അത് ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യം വരും. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ സങ്കുചിതമെന്നാണ്, നേരെ മറിച്ചാണ്. അതുകൊണ്ടാണ് പണ്ട് ഞാനിവിടെയോ വായിച്ചു, ദ മൊമെൻറ്റ് യു സേ ദറ്റ് യു ആർ എ കാത്തലിക് യു സീസ് ടു ബി കാത്തലിക്. അത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദ മൊമെൻറ്റ് യു സേ ദറ്റ് യു ആർ എ കാത്തലിക്, ഞാനൊരു കത്തോലിക്കനാണ് എന്ന് പറയുമ്പോൾ യു സീസ് ടു ബി കാത്തലിക്. കാത്തലിക് എന്ന് പറഞ്ഞതാണ് സാർവലൗകികമാണ്. എന്നാൽ കത്തോലിക്ക സഭ എന്താണ്? അത് പരോക്കിയലാണ്, അത് പ്രാദേശികമാണ്, അത് സങ്കുചിതമാണ്, അതൊരംശം മാത്രമാണ്. പക്ഷേ ഈ അംശത്തിൻ്റെ വിചാരം അതാണ് പൂർണ്ണത, അതിനപ്പുറത്തൊന്നുമില്ല. അതൊരു തരത്തിലുള്ള മതപരമായ വർഗീയമായ ഭ്രാന്താണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഒതുക്കുകയാണ്. സത്യമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രം. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഒരു കത്തോലിക്കനായതുകൊണ്ട് ഒരു കത്തോലിക്കനല്ലാത്ത എന്നോട് സൗഹൃദം പാലിക്കാൻ അദ്ദേഹത്തിനൊരു പ്രയാസവുമില്ല. അപ്പം അദ്ദേഹം എന്നോട് സൗഹൃദം പാലിച്ചുകൊണ്ട് അദ്ദേഹം നല്ലവനാണെന്നല്ല ഞാനീ പറയുന്നത്. അദ്ദേഹത്തിന് മതചട്ടക്കൂടിന് ഉള്ളിൽ പ്രവേശിച്ച് എല്ലാവരോടും ബന്ധം പുലർത്തുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവരെ സേവിക്കുവാനുള്ള സന്മനസ്സുണ്ട് എന്നത് ഫ്രാൻസിസ് ജോർജിനെ അറിയാവുന്ന ആളുകൾ. അദ്ദേഹം ഇതിനു മുൻപ് ഇടുക്കിയാണ് പ്രതിനിധാനം ചെയ്തത്. ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയിൽ വന്നത്. നിങ്ങൾ ഇടുക്കിയിലുള്ള ആരോട് പോയി ചോദിച്ചാലും ഫ്രാൻസിസ് ജോർജിനെ പറ്റി ആരെങ്കിലും മോശമായൊരു അഭിപ്രായം, അതായത് സാമാന്യ അല്പം നീതിബോധമുള്ള ഒരൊറ്റ വ്യക്തി പോലും ഫ്രാൻസിസ് ജോർജിനെ പറ്റി ഒരു നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ഒരു വാക്ക് പറയുകയില്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്ക് അദ്ദേഹം ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് ഒരു പ്രശ്നമേല. അദ്ദേഹം ഇപ്പോൾ BJPയിലായിരുന്നെങ്കിലും ഞാനിത് തന്നെ പറയുമായിരുന്നു. ഞാനൊരുത്തിൻ്റെ പാർട്ടി നോക്കി അദ്ദേഹത്തിൻ്റെ നന്മകൾ നിരാകരിക്കുന്ന സ്വഭാവം എനിക്കില്ല. BJPയിൽ നന്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ നന്മയെ അംഗീകരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ആ നന്മകൾ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയണം. ഇപ്പോൾ BJPയിൽ കയറിയതുകൊണ്ട് ഇതുവരെ അതിന് കയറുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന നന്മയെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എനിക്ക് BJPയിൽ പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന ആളിനെ ഞാൻ ഒഴിഞ്ഞു കളയും, സംശയമില്ല. ഭൂതകാലം നോക്കി ഭാവി നിശ്ചയിക്കുന്ന പരിപാടി എനിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ ഞാൻ അത്ഭുതത്തോട്, ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നില്ല, ഞാൻ അത്ഭുതത്തോടു കൂടെയാണ് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന് ഇത്രമാത്രം ശിശുതുല്യമായ നൈർമല്യവും നിഷ്കളങ്കമായ വാത്സല്യവും നന്മ കാണാനുള്ള ആ ഒരു കണ്ണും അതിനോടനുബന്ധിച്ചുള്ള ബഹുമാന പുരസ്സരമായ ഇടപെടലും എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ രാഷ്ട്രീയമായ മേഖലയിൽ അദ്ദേഹത്തിന് അടുത്ത് വരുവാനുള്ള കഴിവെനിക്കില്ല. എങ്കിലും ഫ്രാൻസിസ് ജോർജിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ബഹുമാനം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നെ ബഹുമാനിച്ചിട്ട് അയാൾക്ക് ഒന്നും കിട്ടാനില്ല, നഷ്ടം വരാനേ സാധ്യതയുള്ളൂ. എന്നാൽ ഇന്നും അദ്ദേഹം മറ്റ് പരിഗണന വെച്ച് ഞാനൊരു കുഷ്ഠരോഗിയാണ്, ഒരു രാഷ്ട്രീയ മതപരമായ കുഷ്ഠരോഗിയാണെന്ന് അദ്ദേഹം പറയില്ല, ആ വിധത്തിൽ എന്നോട് ഇടപെടുകയുമില്ല. അദ്ദേഹത്തിന് ഈ അവസരം കിട്ടിയപ്പോൾ എന്നെ വിളിച്ചറിയിക്കുകയും എൻ്റെ നല്ല ചിന്തകൾ അദ്ദേഹത്തോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം അറിയിച്ചില്ലെങ്കിലും അതുണ്ടായിരിക്കും എന്നതാണ് എൻ്റെ വസ്തുത. എനിക്ക് ഫ്രാൻസിസ് ജോർജിനെ പറ്റി ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേ നിവൃത്തിയുള്ളൂ. മറ്റനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേ നിവൃത്തിയുള്ളൂ. അത് നിങ്ങൾ ദയവായി കേൾക്കണം. രാഷ്ട്രീയത്തിൽ ഞാൻ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്, മിക്കവാറും എല്ലാ പാർട്ടിയിലുള്ള ആളുകളെയും, ചിലതും വലുതുമായ സ്ഥാനത്തിരിക്കുന്നവരെ ഞാൻ അനേകം പേരെ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമായി ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവരിൽ ആരുപോലും, അതിലൊരൊറ്റ വ്യക്തി പോലും ഫ്രാൻസിസ് ജോർജിനേക്കാൾ പുതിയ പുതിയ ആശയങ്ങൾ അറിയുവാനും അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള താല്പര്യം കാണിക്കുകയും
ആ പ്രകടിപ്പിക്കുന്ന താല്പര്യമനുസരിച്ച് ക്ലേശിക്കുകയും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, അരുൺ ഷൗരി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രോഡക്റ്റായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വളരെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്നർത്ഥമല്ല. എനിക്കെതിരെ വാളെടുത്തു. പക്ഷേ എന്നാലും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷവും ഉത്തമ സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരുന്നു എന്നതാണ് എൻ്റെ സത്യം. അപ്പോൾ ചില ആശയങ്ങൾ അരുൺ ഷൗരി എന്നോട് സംവാദിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിലെൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ആരാഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് വല്ലപ്പോഴുമൊക്കെ. എന്നാൽ ഫ്രാൻസിസ് ജോർജ്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 3 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യാനിറ്റി എന്നാൽ എന്താണ്, ആൻ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന ഒരു ഓൺലൈൻ കോഴ്സ് അനൗൺസ് ചെയ്തു. ചുമ്മാതെ എൻ്റെ ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തു. താല്പര്യമുള്ളവർ മാത്രം വരട്ടെ, അങ്ങനെയുള്ളവർ മാത്രമേ ഇതിന് വേണ്ടി സമയം കണ്ടെത്തുകയുള്ളൂ. കാരണം ഇതൊരു പ്രസംഗം കേൾക്കുന്നത് പോലെയല്ല, ഒരു സൺഡേ സെർമൺ കേൾക്കുന്നത് പോലെയല്ല. ഇതിൽ അധ്വാനിക്കണം, വായിക്കണം, ചിന്തിക്കണം, അന്വേഷിക്കണം, വളരണം. മാത്രമല്ല, വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ തിരുത്തുവാനുള്ള മനോഭാവവുമാണ്. പുതിയ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും പുതിയ ചിന്തയുടെ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ അയക്കുകയും ചെയ്യണമെങ്കിൽ പഴയതിനോടുള്ള ആ ഒരു വിധേയത്വം കുറയ്ക്കുക, സാധിക്കുമെങ്കിൽ ഉപേക്ഷിക്കുക. അതൊരു അനിവാര്യതയാണ്. അപ്പോൾ അത് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആരെയും വ്യക്തിപരമായി ക്ഷണിക്കാതെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയൊരു കോഴ്സ് തുടങ്ങാൻ താല്പര്യമുണ്ട്, ഇതിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. എനിക്ക് ആദ്യം കിട്ടിയ പ്രതികരണങ്ങളൊന്ന് ഫ്രാൻസിസ് ജോർജിൻ്റെ ആയിരുന്നു. എനിക്ക് രാഷ്ട്രീയമായ ബന്ധമില്ല, സഭയിൽ എനിക്ക് സ്ഥാനമില്ല, എന്നോട് ഇടപെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പ്രാപിപ്പാനും നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ. അദ്ദേഹം എന്തുകൊണ്ട് അതിന് താല്പര്യം കാണിച്ചു? അദ്ദേഹത്തിന് ജോലി തിരക്കില്ലാഞ്ഞിട്ടല്ല. ഒരു രാഷ്ട്രീയക്കാരന് 24 മണിക്കൂറും ജോലി ചെയ്യണം. അദ്ദേഹം അതിൽ താല്പര്യം, ഞാൻ അത്ഭുതപ്പെട്ടു. കോഴ്സ് ആരംഭിച്ചു, 60 പേരുണ്ടായിരുന്നു. അതിൽ പലരും ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞുപോയി. പക്ഷേ അവസാനം വരെയും ഒരു സെഷൻ പോലും വിടാതെ, ചിലപ്പോൾ രാത്രി 8 തൊട്ട് 9 മണി വരെ സെഷൻ, പലപ്പോഴും 9:30 വരെ നിൽക്കും. ഈ സമയത്ത് അദ്ദേഹം പലപ്പോഴും യാത്രയായിരിക്കും. യാത്രയാകുമ്പോഴും സൂക്ഷ്മം 8 മണിക്ക് അദ്ദേഹം സൂമിൽ കൂടെ ഈ കോഴ്സിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അറിവ് സമ്പാദിക്കാനുള്ള, ചിന്താശക്തി വർദ്ധിപ്പിക്കാനുള്ള, യാഥാർത്ഥ്യബോധം വളർത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം എത്ര വലുതാണ്, എത്ര മഹനീയമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തവരാരുമുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് ബഹുമാനമാണ്. അങ്ങനെയുള്ളവർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എനിക്ക് പ്രത്യാശയാണ്. അങ്ങനെയുള്ളവരെ കൊണ്ട് ജനത്തിന് അനുഗ്രഹമുണ്ടാകും എന്ന് എൻ്റെ ദൃഢനിശ്ചയമാണ്. അങ്ങനെയുള്ള ആളുകൾ, നല്ല നല്ല ആളുകൾ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ സമയത്ത് പ്ലേറ്റോ പറഞ്ഞൊരു കാര്യം കൂടെ സൂചിപ്പിച്ച് നിർത്തട്ടെ. അദ്ദേഹം പറയുന്നത്, രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം ഇതിൽ പങ്കെടുക്കാൻ കൊള്ളാത്ത, ജനക്ഷേമത്തിൽ താല്പര്യമില്ലാത്ത, സ്വാർത്ഥ താല്പര്യത്തോട് മാത്രം മൃഗീയമായി പ്രവർത്തിച്ച് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ഇതിൽ നുഴഞ്ഞു കയറാൻ സാധ്യത. എന്നാൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ അകറ്റി നിർത്തുകയും ഇങ്ങനെയുള്ള ഒരു സ്ഥാനമോ അംഗീകാരമോ എനിക്ക് ആവശ്യമില്ല, താല്പര്യമില്ല എന്ന് നിർബന്ധ ബുദ്ധിയാൽ പിടിച്ചു നിൽക്കുന്ന, അതുകൊണ്ട് ഇതിൽ കയറാൻ മടിച്ചു നിൽക്കുന്ന ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ അവരെ ഇതിൽ സ്ഥാപിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെത്രയോ വലിയ സത്യമാണ്. ഇതിനോടനുബന്ധിച്ച് പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടൽ, അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എന്ന പുസ്തകം, പൊളിറ്റിക്സ് എന്ന പുസ്തകം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളടക്കം സമാഹരിച്ച് ഞാൻ പറഞ്ഞാൽ, അദ്ദേഹം പറയുന്നത്, നല്ല രാഷ്ട്രീയം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നല്ല ആളുകൾ വരണം.
ഗുഡ് പൊളിറ്റിക്സ് ഈസ് പോസിബിൾ ഓൺലി വെൻ ഗുഡ് പീപ്പിൾ എൻ്റർ പൊളിറ്റിക്സ്. നിങ്ങൾക്ക് നല്ല രാഷ്ട്രീയം വേണോ? ആ സമൂഹത്തിൻ്റെ ഹ്യൂമൻ സ്റ്റോക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് നാം എന്തെല്ലാം ചെയ്യണമെന്നാണ് എത്തിക്സ് എന്ന പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം. അപ്പോൾ അങ്ങനെ നല്ല വ്യക്തികളെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള നന്മ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം എങ്ങനെ സൃഷ്ടിക്കണം, അതാണ് രണ്ടാമത്തെ പുസ്തകമായ പൊളിറ്റിക്സിൻ്റെ പ്രതിപാദ്യ വിഷയം. ഞാൻ ഫ്രാൻസിസ് ജോർജിനെ ഓർക്കുമ്പോഴൊക്കെയും അരിസ്റ്റോട്ടലിൻ്റെ എത്തിക്സും പൊളിറ്റിക്സും ഓർക്കാറുണ്ട്. കൂടുതലായി വിശദീകരിക്കാൻ സമയമില്ല, എൻ്റെ ആവശ്യമില്ല എന്ന് കരുതുകയാണ്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അദ്ദേഹം കോട്ടയത്ത് നിന്ന് ജയിക്കണം. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അദ്ദേഹം കോട്ടയത്ത് നിന്ന് ജയിച്ചിരിക്കും. കോട്ടയത്തുള്ള എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അവരോട് വ്യക്തിപരമായി പറയുന്നു, ഞാൻ ഈ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായ ഈ സാക്ഷ്യം അതർഹിക്കുന്ന അർത്ഥത്തിലും വെളിച്ചത്തിലും സ്വീകരിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും വേണ്ട കൈത്താങ്ങൽ നൽകി അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത് രാഷ്ട്രീയമായിട്ടല്ല, പിന്നെയോ മനുഷ്യത്വത്തോടുള്ള നമ്മുടെ ബഹുമാനം കൊണ്ട്, നന്മയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ട് മാത്രം നിർവഹിക്കണം. അതിൽ മറ്റാരോടും നിഷേധാത്മകമായ ഒരു വികാരവും ഇടപിടിക്കാൻ ഇടയാകാതെ എല്ലാവരും ആത്യന്തികമായി ദൈവത്തിൻ്റെ സമ്പത്താണ് എന്ന കാഴ്ചപ്പാടിൽ. എന്നാൽ അതിലിതാ നമുക്ക് അഭികാമ്യമായൊരു വ്യക്തിത്വം, നേതൃത്വസ്ഥാനത്തേക്ക് വരുവാനുള്ള സാധ്യത, അത് നമുക്കും മറ്റെല്ലാവർക്കും ഒന്നുപോലെ ഗുണം ചെയ്യുമെന്നതുകൊണ്ട് നല്ലതിനെ സമർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ധാർമ്മികമായ കടമയായതുകൊണ്ട് മാത്രം അപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും സവിനയം സസ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.